എൻ്റെ പൊന്നു തമ്പുരാനെ, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് തന്നെയാണ് ഇന്നും പറയാനുള്ളത്. അല്ലാതെ കാര്യങ്ങളൊന്നും പറയാനില്ല. ഈ പ്രധാനാധ്യാപകൻ്റെ കസേര എടുക്കണ്ടെന്ന് പല ആളുകളും എന്നോട് പറഞ്ഞതാണ്. എൻ്റെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും കണക്കിലെടുത്തിട്ടാണ് ഞാനത് ഏറ്റത്. ശമ്പളം കൂടുതൽ കിട്ടുമല്ലോ, പെൻഷൻ കൂടുതൽ കിട്ടുമല്ലോ എന്നൊക്കെ ഓർത്ത് ഇന്നത്തെ ദിവസവും അല്ലലില്ലാതെ അങ്ങ് പോക്കണമേ. ബുദ്ധിമുട്ടുകളുണ്ടാവരുത്. ഇന്നലെയും കഴിച്ചല്ലേ? ചെറു എന്താ നേരത്തെ എത്തിയോ? സാറ് കർക്കിടക മാസം ആയതുകൊണ്ട് അമ്പലത്തിൽ പോയപ്പോൾ തിരക്ക്, നട അടച്ചിട്ട് തുറക്കാൻ വൈകിപ്പോയി. അല്ല ഉണ്ണി. സാറേ, ഉണ്ണിയല്ലേ ഈ ബെല്ലടിക്കേണ്ട ആള്? അത് സാറേ, ഞാൻ കഞ്ഞിപ്പോരിയുടെ കാർത്തിയാനി ചേച്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിനി ബെല്ലടിക്കാൻ. സാറേ, 1-2 പണിയുണ്ട് വീട്ടിൽ. 2 പയ്യുണ്ട് കറക്കുന്നേ. പാല് കൊണ്ട് കൊടുക്കണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ കുറച്ച് വൈകി പോയി. നാളെ വൈകില്ല. ശരി. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇന്നെന്താ നേരത്തെ ആണല്ലോ? അതെ സാറേ, ഞാനൊന്ന് സൈൻ ചെയ്തിട്ടൊന്ന് പോകും. ഒരു 2-3 കല്യാണം ഉണ്ട് ഒഴിവാക്കാൻ പറ്റാത്തതേ. അതെ, അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത കല്യാണം ഉണ്ടെന്ന് പറയരുത്. കാരണം ഇപ്പം 2-3 പേര് ഇപ്പം ലീവാണേ. സാറേ, എനിക്ക് ലീവ് വേണ്ട. ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. രണ്ട് പോയിട്ട് ഒരു 3-3:30 ആകുമ്പോഴേക്കും എത്തുകയും ചെയ്യാം. ആകെ തലവേദന പിടിപ്പിക്കണ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് ഇപ്പോൾ. അതെന്ത് ഉത്തരവ് സാറേ? അതായത് എല്ലാ സ്കൂളുകളിലും പരാതിപ്പെട്ടി വെക്കണമെന്ന് ഇപ്പം നിർബന്ധമാക്കിയിരിക്കുകയാണ് കോടതി. അതെന്ത് തലവേദന? അതിപ്പോൾ 2016 തൊട്ട് ഉള്ള ഉത്തരവല്ലേ? നമ്മളിവിടെ പെട്ടി വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ വെച്ചിട്ടുണ്ട്, ശരി. പക്ഷേ പല സ്കൂളുകാരും അത് വേണ്ട രീതിയിൽ പാലിക്കാത്തത് കൊണ്ട് ആരൊക്കെയോ അത് കുത്തിപ്പൊക്കിയിട്ട് വീണ്ടും കേസ് കൊടുത്തു. അപ്പൊ അതിന്റെ പേരിലാണ് ഇപ്പൊ പുതിയ വിധി ഉണ്ടായിട്ടുള്ളത്. ഇത് നിർബന്ധമാണെന്ന്. അത് നമുക്ക് വെക്കാം. നമുക്കൊരു പണി ചെയ്യാം. ഇനി ആ പഴയ പെട്ടിയുണ്ടല്ലോ, അത് അഴിച്ചെടുത്ത് ആ തുരുമ്പൊക്കെ കളഞ്ഞൊന്ന് പെയിന്റ് അടിച്ച് വൃത്തിയാക്കി സ്ഥാപിച്ചാൽ പോരെ? അത് പോരാന്ന്, നല്ല വലിയ വൃത്തിയായിട്ടുള്ള വേറെ പെട്ടി ഉണ്ടാക്കണം. അന്ന് സാറൊരു പണി, ഒരു ചന്ദനം മേടിച്ച് അർപ്പിച്ച് ഒരു ചന്ദനത്തിന്റെ പെട്ടി ഉണ്ടാക്കിയിട്ട് ആ വാതൊക്കെ തന്നെ വെക്കും. പെട്ടി ചന്ദനത്തിന്റെ വേണോ അല്ലെങ്കിൽ തേക്കിന്റെ വേണോ എന്നുള്ളതല്ല വിഷയേ. വിഷയം എന്താന്ന് വെച്ചാല് പെൺകുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം, പിന്നെ മയക്കുമരുന്ന്, കഞ്ചാവ്, അതുപോലെയൊക്കെയുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗം. കുറെ വില്ലന്മാരുണ്ട് ഇവിടെ. കുറെ വില്ലന്മാരുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ പുറത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതിന്റെ ഒക്കെ പരാതികൾ ഇതിനകത്ത് വരുമെന്ന്. വരട്ടെ സാറേ, അതിന് സാറിന്തിനാ ടെൻഷൻ അടിക്കണത്?
ഞാൻ ടെൻഷൻ അടിക്കണ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് 15 പേരടങ്ങുന്ന ഒരു ഉപദേശക സമിതി ഉണ്ടാക്കണം. ആ ഉപദേശക സമിതി ഇതിനകത്തുള്ള പരാതികളെല്ലാം എടുത്ത് ആഴ്ചയിൽ എടുത്ത് പരിശോധിച്ചിട്ട് അതിന് തീർപ്പുണ്ടാക്കണം. ഇവിടെ പരിഹരിക്കാൻ പറ്റാത്ത സംഗതികളാണെങ്കിൽ അത് മേൽപോട്ട് അയക്കണം. ഇതെന്താ ഉത്തരവാദിത്തമുള്ള പണിയല്ലേ? എന്ത് ഉത്തരവാദിത്തം? ഇതൊന്നും മഹാ കാര്യമല്ല മാഷെ. മാഷ് ഇത്ര ടെൻഷൻ അടിക്കണുണ്ടപ്പോ ഞാനോർത്ത് മാഷ് എന്തെങ്കിലും അലമ്പിൽ പെട്ടിട്ടുണ്ടാ? എന്താ ഈ പറയുന്ന മാഷ്? കാര്യം പറയുമ്പോ മനുഷ്യന്റെ കാര്യമാണല്ലോ. എന്തെങ്കിലും പെട്ടണമെങ്കിൽ തന്നെ ഞാൻ സംഘടനാ സ്വാധീനം ഉപയോഗിച്ച് സാറിന് ഊരിത്തരാം. പിന്നെ ഈ പെട്ടിയുടെ വിഷയമാണെങ്കിൽ സാർ ഇത്രയും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. 15 അംഗ കമ്മിറ്റി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മാഷില്ലേ, ഞാനില്ലേ, അതുപോലെ എല്ലാവരെയും വെച്ചിട്ട് ഒരു 15 അംഗ കമ്മിറ്റി ഉണ്ടാക്കിയ പോരെ? അല്ല മാഷെ, ഈ മെമ്പർ എന്താ ഇത്രയും വൈകണത്? ഞാനത് ചോദിക്കണേ, ഇനിയിപ്പോ അയാൾക്ക് പെട്ടി അയക്കേണ്ട വരുമോ? മെമ്പർ നേരത്തെ വരാന്ന് പറഞ്ഞതല്ലേ? വരുന്നുണ്ട്. കേട്ടോ മാഷേ, ഇപ്പൊ സ്കൂളിൽ പോകാത്ത പറഞ്ഞാൽ നമ്മള് സ്കൂളിൽ കാത്തു നിൽക്കേണ്ട അവസ്ഥയായി. സ്കൂളിൽ ഒരു പരാതി പെട്ടി വെക്കേണ്ട ഒരു ചടങ്ങുണ്ട്, അതിന് വേണ്ടി വന്നാ. ഞാൻ വിളിക്കാം. പക്ഷേ സ്ഥാപിക്കുന്ന എവിടെയാണ്? തീരെ നിറച്ചുവിട്ടാലും ബാക്കി അത് പിന്നെ പറയാം. എന്താ പറയണത്? സാന്നിധ്യത്തിലാണ് നമ്മള് എല്ലാ ആഴ്ചയിലും തുറക്കണ്ടല്ലേ. വല്ലാതെ ഹൈറ്റ് വേണ്ട. അയ്യോ, നമ്മുടെ ഉണ്ണിയെ കുറിച്ചിട്ട് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എഴുതിയേക്കണോ, വിവേകമില്ലെങ്കിൽ വിജ്ഞാനമില്ല. അതുകൊണ്ടായിരിക്കും എന്റെ തല മുട്ടിയത്. അപ്പൊ ഈ ഹിന്ദി വീട്ടിൽ പോയിട്ട് സംസാരിക്കണമെന്ന് പറയണത് എന്താന്ന് മനസ്സിലായോ? നമ്മള് മലയാളം ഇപ്പൊ വർത്താനം പറയണില്ലേ, അതുപോലെ നമ്മൾ ഹിന്ദി പറയാൻ പഠിക്കണം. എന്തുകൊണ്ടാ? ഞാനും എൻ്റെ മക്കളും കൂടെ ഇടയ്ക്കിടയ്ക്ക് ബോംബെ പോകും. ബോംബെ പോയിട്ടുണ്ടെങ്കിൽ ആ റോഡിലുള്ള എല്ലാവരും ഹിന്ദിയിൽ പറയണേ. അപ്പൊ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ഉടുപ്പ് മേടിക്കാനും കമ്മല് മേടിക്കാനൊക്കെ നമ്മൾ വില പേശണം. അങ്ങനെ 100 രൂപയ്ക്ക് 5 സാരി വരെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഹിന്ദി പറഞ്ഞിട്ടേ. പിന്നെ അങ്ങനെ ഞാന് സാരിയൊക്കെ മേടിക്കണേ ഈ ഹിന്ദിയിലെ നടന്മാരും നടിമാരൊക്കെ ഇല്ലേ, അവര് ഭയങ്കര തിളങ്ങണ ഉടുപ്പൊക്കെ എവിടുന്ന് മേടിക്കണേ? ഈ ബോംബെയിലെ സ്ട്രീറ്റിൽ നിന്ന്. ഹിന്ദി പഠിച്ചാൽ അത്രയുണ്ട് ഗുണേ. പിന്നെ അത് കഴിഞ്ഞപ്പോഴാ ഹസ്ബൻഡിന് ഒരു ആഗ്രഹം പാരീസിൽ പോകണം. അങ്ങനെ ഞങ്ങൾ പാരീസിൽ പോകാൻ തീരുമാനിച്ചു. പാരീസിലൊക്കെ പിന്നെ അപ്പൊ നമ്മളെവിടെ പറഞ്ഞേ? പാരീസ്. പാരീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവർക്കും പോകാൻ പറ്റുന്ന സ്ഥലമില്ലല്ലോ. പക്ഷെ ഞാൻ പോയി.